ഒരു രക്ഷയില്ലോട്ടോ. ഞാൻ ഒരുപാട് വർഷമായിട്ട് എന്റെ സിനിമ കാത്തിരുന്ന ദുർഗ ജിത്തു പറയും. കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ബാക്കി ഇനിയിപ്പോ നിങ്ങൾ തന്നെ കണ്ട അഭിപ്രായങ്ങൾ പറയണം. ഞാൻ തന്നെ എന്റെ പടത്തിനെ കുറിച്ച് അഭിപ്രായം പറ്റി കാര്യമില്ല. അത് എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകരോടൊപ്പം കാണുമ്പോഴും. നമുക്കൊരു സിനിമ കറക്റ്റ് ആയിട്ട് വിലയിരുത്തണമെങ്കിൽ അവരോട് ഒപ്പം വരുന്ന കണക്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ധീരം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഭയങ്കര അടിപൊളി സസ്പെൻസ് ത്രില്ലറാണ്. സ്ക്രിപ്റ്റിംഗ് ഒരു രക്ഷയില്ല. ഡയറക്ഷൻ സൂപ്പർ. ഇന്ദ്രേട്ടൻ പോലീസ് വേഷത്തിൽ തകർത്തു. സൂപ്പർ മൂവിയാണ്. മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ വാച്ചാണ്. എല്ലാവരും വന്ന് കാണുക. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും സസ്പെൻസാണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. നല്ല പടമാണ്. ആക്ച്വലി ഒരു ഗുഡ് വാച്ചാണ്. കണ്ടു നോക്കണം. കുറേ ഇമോഷണൽ ഒരു കോക്ടെയിൽ പോലത്തെ ഒരു മൂവിയാണ്. സ്ലോലി ബിൽഡായി പിന്നെ അങ്ങോട്ട് കണക്ട് ആവാൻ എല്ലാവർക്കും പറ്റും. ഇൻട്രസ്റ്റിംഗ് ആണ്. ജസ്റ്റ് കണ്ടു നോക്കൂ എല്ലാവരും. അതിന് ഒരുപാട് സന്തോഷം. ഈ മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ തന്നെ വളരെ ലക്കായിട്ട് ഞാൻ കാണുന്നു. ജിതിനോടും മറ്റു ക്രൂവിലെ മെമ്പേഴ്സിനോടെല്ലാം താങ്ക്സ്. ഇന്ദ്രേട്ടനോട് താങ്ക്സ്. അടിപൊളി മൂവിയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണുക. താങ്ക് യു. പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീരുമാനിക്കേണ്ട ഓഡിയൻസ് ആണ്. വലിയ പടം വേറെ പടങ്ങളുടെ ഇടയ്ക്ക് വന്നുകൊണ്ട് ആരും മിസ്സാക്കാതിരിക്കും. മാക്സിമം കയറി കാണാൻ നോക്കുക. നല്ലൊരു ഇമോഷണൽ ഒരു ക്രൈം ത്രില്ലറാണെങ്കിലും അതിലൊരു ഭയങ്കരമായിട്ട് മുൻപുള്ള പടത്തിൽ കാണാത്ത പോലെ നല്ല ഇമോഷനും കാര്യങ്ങളൊക്കെ ഉള്ള പടമാണ്. അപ്പോൾ മാക്സിമം കയറി കാണാൻ നോക്കുക. ഇന്ദ്രജിത്തേട്ടൻ്റെ ഒരു കംബാക്കാണ്. അപ്പം കയറി കാണാം. ഇവൻ കിടിലാണ്. ഞാൻ പറയാൻ വിട്ട് നമ്മുടെ സിനിമയിലെ ഏറ്റവും മെയിൻ ഒരു ക്യാരക്ടർ ചെയ്തൊരു പയ്യനാണ്. അപ്പോൾ ഇവൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ ഒരിക്കലും അല്ല നിങ്ങൾ കണ്ടായിരുന്നോ? പടം കണ്ടായിരുന്നോ? ഫസ്റ്റ് മൂവിയാണെന്ന രീതിയിലാണ് ഇവൻ പെർഫോം ചെയ്തത്. ഇവൻ ഗംഭീര പെർഫോമറാണ്. ഭാവിയിലെ വാഗ്ദാനാണ്. അതുപോലെ തന്നെ വേറെയും കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ സജൽ ഇവരൊക്കെ ആദ്യ മൂവിയാണ് ആക്ച്വലി. അനന്തൻ, നിവേദ്, മഹേഷ് എടുത്തു. മഹേഷ് പിന്നെ ഒരു പയ്യനുണ്ടായിരുന്നു ഇതിന് നല്ലൊരു ക്യാരക്ടർ ചെയ്തത്. അവൻ മരിച്ചുപോയി ആക്ച്വലി. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അവൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തത്. അവനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു ഇപ്പോൾ. പക്ഷെ അവൻ ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരാണ് ആക്ച്വലി ഇവരാണ് അക്രൂരന്മാർ. ഓക്കെ, ഓപ്പൺലി പറയും ഇറ്റ്സ് എക്സലന്റ് മേക്കിംഗ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ധീരം എല്ലാവരും പോയി കാണണം കേട്ടോ. സീരിയസ്ലി ഞാൻ പറഞ്ഞതാണ്. നല്ല മേക്കിംഗ്, ഒട്ടും ലാഗില്ല. നല്ല ഡയറക്ഷൻ. ഇവൻ ക്രൂ എല്ലാവരും, ഇന്ദ്രജിത്തേട്ടനാണെങ്കിലും എല്ലാവരും അതിൻ്റെ അഭിനയിച്ച് എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം മുതൽ അവസാനം വരെ ഒട്ടും ലാഗില്ലാതെ പോയി. നല്ല പാട്ടുണ്ട് അതിൻ്റെ അകത്ത്. കണ്ടോ? നിങ്ങൾ കണ്ടിരുന്നോ? കാണാൻ അടിപൊളിയാണ്. സീരിയസ്ലി വെരി ഗുഡ് മേക്കിംഗ്. ധീരം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന മൂവിയായിരുന്നു. ഇപ്പോൾ മോനോട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ കാരണം അത്തരത്തിലുള്ള ട്രോമകൾ ഞാനും കടന്നു പോയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. നല്ലൊരു എന്താ പറയുക, ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ക്ലൈമാക്സ് പോകുന്നത്. അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. സോ ധീരം ടീം നന്നായിട്ടാണ് കാസ്റ്റിംഗ് അവർ ചെയ്തേക്കുന്നത്. ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ ഒരു പ്രത്യേക ലെവലാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല. ആ പെൺകുട്ടി നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. നമ്മളെ ബോറടിപ്പിക്കാതെ ഇന്റർവെൽ അടക്കമാണെങ്കിലും അവസാനം വരെ ആണെങ്കിലും നന്നായിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും അതിനനുസൃതമായിട്ടുള്ള ആ കുട്ടി എന്താ പറയുക, ആ കുട്ടി അത്രയും നന്നായിട്ടാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു നിങ്ങൾ കാണേണ്ട സിനിമ തന്നെയാണ് ധീരം. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് ശേഷം ഇത്രയും നല്ലൊരു സസ്പെൻസ് ത്രില്ലർ വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര രസം തന്നെയാണ്. ഭയങ്കര എക്സൈറ്റ് വാച്ച്. നമുക്കത് കാണുമ്പോൾ തന്നെ വെയിറ്റ് ആൻഡ് വാച്ച് ലാസ്റ്റ് എന്താവും എന്നുള്ള ആകാംക്ഷ നിറഞ്ഞൊരു സിനിമയാണ് ധീരം. സോ താങ്ക് യു സോ മച്ച്.